ധാര എല്ലാ വെള്ളിയാഴ്ചയും സജീവമായി ചർച്ചയ്ക്ക് വരുന്നു എന്നത് നിങ്ങൾക്ക് ചെറിയ കാര്യമായിരിക്കും, ഞങ്ങളെപ്പോലുള്ള ഒരു വലിയ കാര്യം തന്നെ, വലിയ കാര്യം. അത് മാത്രമല്ല, ആ ചിന്താധാര വല്ലാത്ത തോതിൽ പുരോഗമിക്കുന്നു. അതിന്റെ പഠനത്തിന്റെയും യുക്തിബോധത്തിന്റെയും മണ്ഡലത്തിൽ വല്ലാതെ പുരോഗമിക്കുന്നു. ചേകനൂരിനെ പറ്റിയ ഒരു അബദ്ധം ഞാൻ എപ്പോഴും പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ഈ കൊല്ലത്തെ അനുസ്മരണ വേദിയിൽ ഞാനത് പറഞ്ഞു. ചേകനൂരിനെ പറ്റിയ അബദ്ധം രണ്ടാണ്. ഒന്ന് അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി മാറി. അദ്ദേഹം ഈ ആചാരാനുഷ്ഠാനപരമായ കാര്യങ്ങളായിരുന്നില്ല പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒന്നാമതായി വെക്കേണ്ടിയിരുന്നത്. തീർച്ചയായും ചർച്ച ചെയ്യാം. അദ്ദേഹം മുഖ്യമായി വെക്കേണ്ടിയിരുന്നത് സർവമത സത്യവാദം ഇസ്ലാമിൽ എന്ന അദ്ദേഹത്തിന്റെ വിഖ്യാതവും എന്നാൽ ചെറുതുമായ പുസ്തകമായിരുന്നു. സകല മനുഷ്യരും, ഈ ഭൂമിയിൽ പിറന്നു വീണ സകല മനുഷ്യരും ഇസ്ലാമാണ്, ഒരു സമുദായമാണ് എന്ന വാദം മുന്നോട്ട് വെക്കുന്ന, അത് സ്ഥാപിക്കുന്ന, ആർക്കും ഏത് സമുദായത്തിലും പരസ്പരം കല്യാണം കഴിക്കാമെന്നും ഒക്കെ സ്ഥാപിക്കുന്ന, വളരെ 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 മൗലികമായി ഇന്ത്യ ആവശ്യപ്പെടുന്ന വാദങ്ങളും ചിന്താഗതിയും ഉൾക്കൊള്ളുന്ന, അതിനെയൊക്കെ വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി പ്രമാണങ്ങൾ സഹിതം സ്ഥാപിക്കുന്ന ആ പുസ്തകമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന് വേറൊരു അർത്ഥം കൂടി വരുമായിരുന്നു, വേറൊരു ദേശീയമായ തലം കൂടി വരുമായിരുന്നു. ഒന്ന്. രണ്ടാമത്, ഇടതുപക്ഷ രാഷ്ട്രീയവുമായി അത് രണ്ട് പക്ഷത്തും പറ്റിയ അബദ്ധമാണ്. ഞാൻ ഏറ്റു പറയുന്ന